സെക്രട്ടേറിയറ്റിന് മുൻപിൽ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നു. സമരത്തിന്റെ 6ാം ദിവസമായ ഇന്ന് പ്രതിഷേധക്കാർ കൈകാലുകൾ പരസ്പരം ബന്ധിച്ച തലയിൽ പ്ലാവില തൊപ്പി ധരിച്ചാണ് പ്രതിഷേധിച്ചത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 12 ദിവസം കൂടി ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനെയൊരു വേറിട്ട സമരം. കഠിന പ്രയത്നത്തിലൂടെ പഠിച്ച് പരിശീലനം നേടിയവർ സ്വപ്നം കണ്ടത് കാക്കിത്തൊപ്പി അണിയാൻ. പക്ഷേ വിധി പ്ലാവില തൊപ്പി അണിഞ്ഞ് സമരം ചെയ്യാൻ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ണുനീരെല്ലാം വറ്റിപ്പോയിട്ടുള്ള കരയാനുള്ള ഒരു കണ്ണുനീര് ഞങ്ങൾക്ക് ഇനിയില്ല. ഇവിടെ ഞങ്ങളുടെ കൂടെ ഗർഭിണികളുണ്ടായിരുന്നു, മുലയൂട്ടുന്ന അമ്മമാരുണ്ട്, ചെറിയ കുഞ്ഞു മക്കളെ വീട്ടിലാക്കി വന്നിട്ട് ഈ ജോലിക്ക് വേണ്ടി അത്രയും കാലം കഷ്ടപ്പെട്ട് 3-4 വർഷം പഠിച്ച് കഷ്ടപ്പെട്ട് ഈ ലിസ്റ്റിൽ വന്നിട്ട് കിടക്കുന്ന ആൾക്കാർ കുഞ്ഞു മക്കളെ വീട്ടിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അവരെന്ന് പറയുന്നത് മക്കളെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ള ആ ഒരു ചിന്തയിലല്ല, ജോലി കിട്ടിയാലേ അവരുടെ ജീവിതം മുന്നോട്ട് പോകൂ. ഈ ജോലിയാണ് അവരുടെ ജീവിതം. അതുകൊണ്ടാണ് കുഞ്ഞു മക്കളെ പോലും അവിടെ വെച്ചിട്ട് അവരിങ്ങോട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ഞങ്ങൾ എന്തായാലും ഒന്ന് കാണണം. അത് മഴയത്ത് ഒരു 3 മണിയാകുമ്പോൾ നല്ല മഴ പെയ്യും, പിന്നെ രാത്രിക്ക് മഴ, 2-3 മണിക്ക് മഴയാണ് ഇവിടെ. അതിൽ ഞങ്ങൾ ഇവിടെ 10-20-25 പേര് ഇവിടെ കിടക്കും. അത്രയും സഹിച്ചിട്ട് സമരം തുടങ്ങി 6ാം ദിവസവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പരിഗണനയും ഇല്ലാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ വേറിട്ടൊരു സമരമാർഗം സ്വീകരിച്ചത്. തങ്ങളുടെ സ്വപ്നങ്ങളെ തെരുവിൽ നിർത്തിയ സർക്കാരിനോട് ഉദ്യോഗാർത്ഥികൾക്ക് ചോദിക്കുവാനുള്ളത് ചില ചോദ്യങ്ങളാണ്. ഞങ്ങളുടെ ജീവിതം ഇത് ഇനി അടുത്ത ലിസ്റ്റിൽ പഠിച്ച് വാങ്ങിച്ചോട്ടെ എന്ന് എല്ലാവർക്കും ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതുപോലെയല്ല, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറയിലെത്തി നിൽക്കുന്നത്. മാസങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം മാസങ്ങളോളം ഗ്രൗണ്ടിൽ പോയി കിടന്ന് എന്തെല്ലാം വേദനകൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി. ഓരോ വേദനയും ഇതിൽ പലരും ഡെലിവറി കഴിഞ്ഞവരുണ്ട്. എൻ്റെ C-സെക്ഷൻ കഴിഞ്ഞതാണ്. ഡെലിവറി കഴിഞ്ഞവർ എന്തുമാത്രം പെയിൻ, അതുകൂടാതെ മറ്റുള്ളവരും ഉണ്ട്, ഹെൽത്ത് വീക്കായവരും എല്ലാം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഫിസിക്കലും പാസ്സാകുമ്പോൾ നമ്മുടെ സ്വപ്നം എന്താ? ജോലി എന്നുള്ളതാണ്. ആ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴും ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ അത് സർക്കാർ ശരിക്കും ഞങ്ങൾക്കൊരു അനുകൂലമായ തീരുമാനം എടുക്കുക എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിവിടെ നിൽക്കുക. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസം കഴിഞ്ഞോടുന്നത്. കാരണം ഈ തെരുവിൽ കിടക്കാനൊന്നും ഞങ്ങൾക്ക് അറിയൂല. വീട്ടിൽ കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ടാണ് വന്നത്. കുഞ്ഞിന് വീട്ടിൽ വിളിക്കുമ്പോൾ പോലും കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ സഹിക്കാൻ പറ്റണമില്ല. പല സമയത്ത് തോന്നി ഇട്ടിട്ട് പോയാലോ എന്ന്. പക്ഷേ ഇട്ടിട്ട് പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. ആ കുഞ്ഞിനാണേലും മുന്നോട്ട് പോകാനുള്ളത് മാർഗം വേണ്ടേ. ഇനിയും പഠിക്കാതെ എനിക്കിതില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. എൻ്റെ അച്ഛനോ ഒരിക്കലും വയ്യാത്തതാണ്. ഏപ്രിൽ 19-നാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതിനു മുമ്പ് സർക്കാർ ഇടപെടുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് പ്രതിഷേധക്കാർ. സമരമുറയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷെ അതിൻ്റെ ഇടയിൽ സർക്കാർ ഞങ്ങളെ കഷ്ടപ്പാട് കാണും, ഞങ്ങളെ സങ്കടം കേൾക്കുന്നില്ല. ആ വിശ്വാസത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. അവർ വന്നു കഴിഞ്ഞ് ഇന്നും നാളെയായിട്ട് എല്ലാവരും എത്തും എന്ന് അറിഞ്ഞായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് ഇവിടെ MLA മന്ത്രിമാരെ വരെ തൊട്ട് ഞങ്ങൾ കണ്ടെല്ലാം ഞങ്ങളെ സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഇത്രയും വെയിലിൽ കിടക്കുന്നത് അവർ ഞങ്ങളെ കണ്ട് സംസാരിച്ച് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് തന്നെ ഇപ്പോഴും പ്രതീക്ഷ. നിലവിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ 967 ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 259 പേർക്ക് മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത്. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.